ഹലോ മൈ ഡിയർ സ്റ്റാർ സോൾ, ആത്മനമസ്തേ. വെൽക്കം ടു സമാരാധ്യ കോസ്മിക് ഇൻസൈറ്റ്സ്. മനുഷ്യൻ്റെ പക്വതയുടെ 9 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്ന് സ്വയം ഒന്ന് വിലയിരുത്താം. നമ്മൾ പലപ്പോഴും കരുതുന്നത് വയസ്സ് കൂടുന്നതാണ് പക്വത എന്നാണ്. പക്ഷേ അത് സത്യമല്ല എന്ന് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. 60 വയസ്സുള്ള ഒരാൾക്ക് ചെറിയൊരു വിമർശനം പോലും സഹിക്കാൻ പറ്റാതെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ 20-25 വയസ്സുള്ള ഒരാൾ വലിയ നഷ്ടങ്ങളെയും ജീവിതത്തിൻ്റെ അനിശ്ചിതത്വയും ഒക്കെ ശാന്തമായിട്ട് സ്വീകരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ പക്വത പ്രായമായി ബന്ധപ്പെട്ടതല്ല എന്ന് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. ബോധത്തിൻ്റെ വളർച്ചയാണ് പക്വത എന്ന് പറയുന്നത്. ബോധം വികസിക്കുന്നതാണ് യഥാർത്ഥ പക്വത. ജീവിതത്തിനെ ഒരേ കണ്ണിലൂടെ തന്നെ കാണാതെ ഓരോ അനുഭവവും നമ്മളെ വളർത്താൻ വന്ന ഗുരുവായി കാണാൻ തുടങ്ങുന്ന ഒരവസ്ഥയാണ് പക്വത എന്ന് പറയുന്നത്. ഇതൊരു ദിവസത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ചെറിയ ചെറിയ ആയിരക്കണക്കിന് ചെറിയ ചെറിയ അനുഭവങ്ങൾ, ഒരുപാട് തെറ്റുകൾ, കുറേ കണ്ണുനീരുകൾ, കുറേ വിജയങ്ങൾ, അതിലേറെ പരാജയങ്ങൾ, ഇതിൽ നിന്നെല്ലാം ചേർത്താണ് മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ഒരു പുതിയ ബോധം ജനിക്കുന്നത്. ഓരോ മനുഷ്യനും ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ചിലർ അവരുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ജീവിതത്തിനെ പറ്റി എല്ലാം മനസ്സിലാക്കുന്നു. ചിലർ ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യം കാണിക്കുന്നു. വളരെ ചുരുക്കം പേർ മാത്രം അവനവനെ തിരിച്ചറിഞ്ഞ്, അവനവൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞ് സ്നേഹത്തോടെ ലോകത്തെ സ്വീകരിക്കുന്ന, ലോകത്തെ സെർവ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. നമ്മൾ ആ യാത്രയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ പക്വതയുടെ 9 ഘട്ടങ്ങൾ. ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടുള്ളവരെയോ നിങ്ങളുടെ ചുറ്റുമുള്ളവരെയോ വിലയിരുത്താൻ വേണ്ടിയുള്ളതല്ല. നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. സ്വയം കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് നിങ്ങൾ ലോകത്തുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതോ തിരിച്ചറിയുന്നതോ അല്ല. നിങ്ങൾ നിങ്ങളെപ്പറ്റി അറിയുന്നതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കാം മനുഷ്യൻ്റെ പക്വതയുടെ 9 ഘട്ടങ്ങൾ. ആ 9 ഘട്ടങ്ങളെ പറ്റി വിശദീകരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വയസ്സ് കൂടുമ്പോൾ എല്ലാവരും വളരുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം എന്താണ്? ഇല്ല എന്നാണ് പൊതുവെയുള്ള ഉത്തരം, അല്ലേ? വയസ്സ് ശരീരത്തെ മാത്രമാണ് വളർത്തുന്നത്. പക്വതയാണ് മനസ്സിനെയും ബോധത്തിനെയും വളർത്തുന്നത്. സത്യസന്ധമായിട്ട് ജീവിതം കാണാൻ തുടങ്ങുമ്പോഴാണ് ഈ പക്വത ആരംഭിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എൻ്റേതാണ് എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം മുതലാണ് യഥാർത്ഥ പക്വത ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം ചോദിക്കാം. ജീവിത അനുഭവങ്ങൾ എന്തുകൊണ്ടാണ് പ്രധാനമാണ് എന്ന് പറയുന്നത്? ജീവിത അനുഭവങ്ങൾക്ക് നമ്മുടെ ഈ യാത്രയിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം ജീവിതം ഒരു സ്കൂളാണ്. ഓരോ ബന്ധങ്ങളും ഓരോ പുസ്തകങ്ങളാണ്. ഓരോ പരാജയവും ഓരോ പുസ്തകങ്ങളാണ്. ഓരോ നഷ്ടവും ഒരു കണ്ണാടിയാണ്, നമ്മുടെ നേർക്ക് പിടിച്ച ഒരു കണ്ണാടിയാണ്. അപ്പോൾ വേദന അനുഭവിക്കാത്തവർക്ക് കരുണയുടെ ആഴം മനസ്സിലാകുമോ? നഷ്ടമറിയുന്നവർക്കേ സ്നേഹത്തിൻ്റെ വില മനസ്സിലാകൂ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഈ പല അനുഭവങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോഴാണ് പലതും നമ്മൾക്ക് തിരിച്ചറിവായിട്ട് മാറുന്നത്. ചില അഹങ്കാരങ്ങൾ പൊളിഞ്ഞു വീഴാതെ നമുക്ക് മുന്നോട്ട് യാത്രയാകാൻ സാധിക്കത്തില്ല. അടുത്ത ചോദ്യം ചോദിക്കാം. ആത്മീയമായിട്ടുള്ള പക്വത എന്തിനാണ്? ആത്മീയമായ പക്വത വരുന്നത് എങ്ങനെയാണ്? കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ടാണോ? കൂടുതൽ മന്ത്രങ്ങൾ അറിയുന്നത് കൊണ്ടാണോ? കൂടുതൽ ആരാധനകൾ, പൂജകളൊക്കെ നടത്തുന്നത് കൊണ്ടാണോ? ശരിക്കും സ്നേഹം വർദ്ധിക്കുകയും നിങ്ങളുടെ അഹങ്കാരം കുറയുകയും ചെയ്യുമ്പോഴല്ലേ പക്വത വരുന്നത്? സ്വയം ശരിയാണ്, ഞാൻ ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള നിങ്ങളുടെ ആവശ്യവും ആവേശവും കുറയും. മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം കുറയും. ക്ഷമിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാകും. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വരും. നിങ്ങളുടെ മനസ്സ് പുറത്തുള്ള സാഹചര്യത്തിനെക്കാട്ടിൽ ഉള്ളിലുള്ള സമാധാനത്തിനെ തിരഞ്ഞെടുക്കാൻ തുടങ്ങുന്ന ആ നിമിഷം നിങ്ങൾ വളർച്ചയുടെ പാതയിലാണ് എന്ന് ഉറപ്പിക്കാം. ആത്മീയമായിട്ട് പക്വതയുള്ളവരുടെ ഏറ്റവും വലിയ അടയാളം എന്താണെന്നോ? ഞാനെല്ലാം അറിയാം, അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം എന്നതിനു പകരം ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിനയം അവർക്കുണ്ടാകും. ഒരു ചോദ്യം കൂടി ചോദിക്കാം. പക്വത എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യമുള്ളതാകുന്നത്? ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല. നമ്മൾ കാണുന്ന രീതി ഒരേ സംഭവമായിരിക്കും, അതൊരാളെ തകർക്കുകയും മറ്റൊരാളെ വളർത്തുകയും ചെയ്യുന്നത്.
അപ്പോൾ ഈ വ്യത്യാസം ഈ സംഭവത്തിലല്ല എന്ന് നമുക്കറിയാം. അത് ബോധത്തിലാണ്, പക്വതയിലാണുള്ളത്. ഒരേ ജീവിത സാഹചര്യത്തിനോട് ഒരാൾ പക്വതയോടെ പ്രതികരിക്കുന്നു, മറ്റേയാൾ പക്വതയില്ലാതെ പ്രതികരിക്കുന്നു. ഇതിലാണ് വ്യത്യാസം. പക്വതയുള്ള ഒരാൾക്ക് മറ്റുള്ളവരെ മാറ്റേണ്ട ആവശ്യമില്ല. അവർ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുകയില്ല. അവർ സ്വന്തം ബോധത്തിനെ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അയാളുടെ വിജയത്തിൽ, അയാളുടെ നേട്ടങ്ങളിൽ ഒരിക്കലും അഹങ്കരിക്കുകയുമില്ല. പരാജയപ്പെടുമ്പോൾ അയാൾ പൂർണ്ണമായും തകരുകയുമില്ല. കാരണം അവരൊരിക്കലും ജീവിതത്തിനെ ഒരു കോമ്പറ്റീഷനായിട്ട്, ഒരു മത്സരമായിട്ട് അവർ കാണുന്നില്ല. അവർക്കതൊരു യാത്രയാണ്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, മനുഷ്യൻ്റെ ഏറ്റവും വലിയ വളർച്ച എന്ന് പറയുന്നത് സമ്പത്ത് കൂടുന്നത്, അറിവ് കൂടുന്നത്, അല്ലെങ്കിൽ ഉയരം വയ്ക്കുന്നത്, ഇതൊന്നുമല്ല. യഥാർത്ഥ വളർച്ച ബോധം വികസിക്കുന്നത് തന്നെയാണ്. അതിനെയാണ് നമ്മൾ പക്വത എന്ന് ഇത്രയും നേരം വിളിച്ചുകൊണ്ടിരുന്നതും. കൂടുതൽ മനുഷ്യനാകുക എന്നതാണ്. പ്രായം എല്ലാവർക്കും ഒരുപോലെയാണ് കൂടുന്നത്. എല്ലാവർക്കും ഓരോ വർഷം കഴിയുന്തോറും പ്രായം കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ പക്വത ലഭിക്കുന്നത് ആർക്കാണ്? സ്വയം തിരിച്ചറിയാൻ ധൈര്യമുള്ളവർക്ക് മാത്രമാണ് പക്വത ലഭിക്കുന്നത്. ഇനി നമുക്ക് 9 സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ മെച്യൂരിറ്റി, മനുഷ്യൻ്റെ പക്വതയുടെ 9 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം, കാണാം. ആദ്യത്തെ ഘട്ടമാണ് ആശയങ്ങൾ രൂപപ്പെടുന്നതിന് മുമ്പുള്ള ശുദ്ധബോധം എന്ന് പറയുന്നത്. അതായത് നോൺ കൺസെപ്ച്വൽ അവെയർനെസ് എന്ന് പറയും. ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിന് ഞാൻ എന്ന ധാരണയില്ല, ഞാൻ എന്ന ബോധമില്ല. അവൻ അനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിനെ അവൻ ഒരിക്കലും വിശകലനം ചെയ്ത് കാണുന്നില്ല. നല്ലതും ചീത്തയുമില്ല, ശരിയും തെറ്റുമില്ല, ഭേദങ്ങളില്ല, ദേശമില്ല, മതമില്ല, ഒന്നുമില്ല. അവനുള്ളത് ജീവിതം, അനുഭവം മാത്രമാണ്. ഈ അവസ്ഥയാണ് നമ്മൾ പ്യുവർ അവെയർനെസ് എന്ന് വിളിക്കുന്നത്. ഈ അവസ്ഥയിലാകാനാണ് നമ്മൾ എന്നും ശ്രമിച്ചുകൊണ്ടുമിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഈ അവസ്ഥ ഒരിക്കൽ ഉണ്ടായിരുന്നു. ഈ ശുദ്ധബോധം എന്ന അവസ്ഥ നമ്മൾ ഒരിക്കൽ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് പ്യുവർ അവെയർനെസ് എന്ന് പറയുന്നത്. നമ്മൾ പിന്നീട് തിരികെ എത്താൻ ശ്രമിക്കുന്ന അവസ്ഥ ഇത് തന്നെയാണ്. ഒരിക്കൽ നമ്മൾ ജന്മനാ അനുഭവിച്ചിരുന്ന ഈ ഒരു അവസ്ഥ. ഇതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് ഗെറ്റിംഗ് പ്രോഗ്രാംഡ്. സമൂഹം പ്രോഗ്രാം ചെയ്യുന്നു. എങ്ങനെയാണ് നാം പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് യാതൊരു ഐഡൻറ്റിറ്റിയുമില്ല. ഞാൻ ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യനാണ്, അവനറിയത്തില്ല. ഞാൻ സമ്പന്നനാണോ ദരിദ്രനാണോ അവനറിയത്തില്ല. സുന്ദരനാണോ സൗന്ദര്യമില്ലാത്തവനാണോ, അവനുള്ളത് വെറും അനുഭവങ്ങൾ മാത്രമാണ്. അവനൊരു ശൂന്യമായൊരു ക്യാൻവാസ് പോലെയാണ് അവൻ്റെ ലോകം. അതിനുശേഷമാണ് ഈ പ്രോഗ്രാമിംഗ് ആരംഭിക്കുന്നത്. വീട്ടിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് തുടങ്ങുന്നു. അവർ പറയുന്ന ഓരോ വാക്കും, അവർ പ്രകടിപ്പിക്കുന്ന ഓരോ വികാരങ്ങളും, അവർ ജീവിക്കുന്ന രീതിയും എല്ലാം പ്രോഗ്രാമിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതെല്ലാം നേരിട്ട് പതിയുന്നുണ്ട്. അതിനുശേഷം സ്കൂൾ, അധ്യാപകർ, ബന്ധുക്കൾ, സമൂഹം, സിനിമ, സോഷ്യൽ മീഡിയ, ഫ്രണ്ട്സ്, ഇതെല്ലാം ചേർന്നിട്ടാണ് അവൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്താൻ അവനെ പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്. നമ്മൾ ബോധപൂർവം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ലോകം നമ്മൾക്ക് വേണ്ടി ഈ പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഒരു കുട്ടിയോട് നിങ്ങൾ ആവർത്തിച്ചു പറയുകയാണ്, നിനക്ക് ഇത് വഴങ്ങില്ല, അല്ലെങ്കിൽ നീ ഒന്നിനും കൊള്ളത്തില്ല. അവൻ അത് വിശ്വസിച്ച് തുടങ്ങുന്നു. റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന വേർഡ്സാണ് അവൻ്റെ ബിലീഫ് സിസ്റ്റമായി മാറുന്നത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ബിലീഫ്സാണ് അവൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറുന്നത്. അത്തരം ഐഡൻറ്റിറ്റിയാണ് അവൻ്റെ വിധിയായിട്ട്, അവൻ്റെ ഡെസ്റ്റിനി ആയിട്ട് അവൻ വിശ്വസിച്ച് വയ്ക്കുന്നത്. അങ്ങനെയാണ് വ്യക്തിത്വത്തിൻ്റെ ഒരു ദിശ നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെ ആദ്യ 2 ഘട്ടം കഴിഞ്ഞു. ഇനിയാണ് ഓട്ടോ പൈലറ്റ് മോഡ് ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ വരെ ഈ 3-ാം ഘട്ടത്തിലാണ് എല്ലാവരും ഉടക്കി നിൽക്കുന്നത്. ഈ 3-ാം ഘട്ടം വരെ എല്ലാവരും സ്വാഭാവികമെന്നവണ്ണം ഒഴുകിയെത്തുന്നുണ്ട്. ഈ 3-ാം ഘട്ടത്തിൽ പലരും, മജോറിറ്റി ആൾക്കാരും തങ്ങി നിൽക്കുകയാണ്. ഈ ഘട്ടം എന്താണ്? ഇതൊരു സാധാരണ ജീവിതം, സമൂഹം സാധാരണ ജീവിതം എന്ന് പറയുന്ന ഒരു ഘട്ടമാണിത്. ഇവിടെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അൺകോൺഷ്യസ് ലിവിങ് ആണ്. എല്ലാ ദിവസവും ഒരേപോലെ അതേ ജോലി, അതേ സംഭാഷണങ്ങൾ, അതേ ചിന്തകൾ, അതേ ടെൻഷനുകൾ, ഒരേ കാര്യം ചെയ്യുന്നു. നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓട്ടം. തിരക്കിലാണ്, വളരെ തിരക്കിലാണ്, പക്ഷേ ജീവിക്കുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി, പണം സമ്പാദിക്കുന്നു, ലോൺ അടയ്ക്കുന്നു, വീണ്ടും ജോലി, വീണ്ടും ഉറക്കം. അങ്ങനെ പ്ലെയിനായിട്ട് വർഷങ്ങൾ കടന്നു പോകുന്നുണ്ട്. ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ എപ്പോഴും ഒരു ശൂന്യത ഉണ്ടാകും. നിങ്ങളിങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ മനസ്സിൽ ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. സമാധാനം കിട്ടിക്കൊള്ളണം എന്നില്ല. ജീവിക്കുന്നു എന്ന് മാത്രം.
അതായത് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് നമ്മളെ ജീവനോടെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് പുതിയ വഴികളൊന്നും തേടി പിടിക്കാൻ അതിന് താല്പര്യമില്ല. അപ്പോൾ പരിചിതമായിട്ടുള്ള വഴികളിലൂടെ പരിചിതമായ കാര്യങ്ങൾ ആവർത്തിക്കാനാണ് അതിനിഷ്ടം. അതുകൊണ്ടാണ് ഒരേ തരത്തിലുള്ള ബന്ധങ്ങൾ, ഒരേ തെറ്റുകൾ, പാറ്റേൺസ് ആവർത്തിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ബോധമില്ലാത്ത ആവർത്തനത്തിൻ്റെ ഒരു ഘട്ടമാണ് ഈ ഓട്ടോ പൈലറ്റ് മോഡ് ജീവിതം. ആ ഘട്ടത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പലർക്കും എല്ലാം നല്ല കാര്യങ്ങളും ഉണ്ടാകും. നല്ല ജോലി ഉണ്ടാകും, വീടുണ്ടാകും, വാഹനമുണ്ടാകും, കുടുംബം ഉണ്ടാകും, സാമൂഹികമായിട്ടുള്ള അംഗീകാരം ഉണ്ടാകും. പക്ഷേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഈ ഒരു ചോദ്യം വരും, ഇതൊക്കെയാണോ ജീവിതം എന്നുള്ളൊരു ചോദ്യം. അതായത് പുറത്തുള്ള നേട്ടങ്ങൾ ഉള്ളിലെ ശൂന്യതയ്ക്ക് പകരമാകുന്നില്ല. ഉള്ളിലെ ശൂന്യതയെ നിറയ്ക്കാൻ മറ്റൊന്നിനും കഴിയുന്നില്ല. ഒരു ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ അടുത്തത്, ഒരു ആഗ്രഹം പൂർത്തിയായാൽ മറ്റൊന്ന്. അങ്ങനെ മനസ്സെന്നും സന്തോഷത്തിൻ്റെ ഒരു സോഴ്സ് തേടി പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ. നമ്മൾ ഒന്നും ശ്രദ്ധിച്ച് ചെയ്യുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ നോക്കുന്നു, കുടുംബത്തിനോടൊപ്പം ഇരിക്കുമ്പോഴും മനസ്സ് ഓഫീസിലായിരിക്കും, അവധിക്കാലത്ത് ആഘോഷിക്കാൻ പോകുമ്പോൾ ജോലിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരിക്കും, ശരീരം ഒരു സ്ഥലത്തും മനസ്സ് ടോട്ടലി വേറൊരു സ്ഥലത്തുമായിരിക്കും ഉള്ളത്. ഈ ഘട്ടത്തിൽ ജീവിത അവസാനം വരെ ഈ ഘട്ടത്തിൽ കുടുങ്ങിപ്പോകുന്നവരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ജീവിതം ഒരു ഷോക്ക് തരുന്നു, ടേണിംഗ് പോയിൻ്റ്. ചിലപ്പോൾ അതൊരു രോഗമായിരിക്കും, ഒരു വലിയ രോഗം. ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ മരണമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം തകരുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷ നൽകിയിരുന്ന, നിങ്ങൾ ഏറ്റവും ആസ്വദിച്ചിരുന്ന ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. ഒരു വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് നിങ്ങൾ എത്തുന്നതായിരിക്കും. ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വേർപിരിയലായിരിക്കും. ഇനി ഇതൊന്നുമല്ലെങ്കിലും നിങ്ങൾ കാരണമറിയാതെ വലിയൊരു ഏകാന്തതയിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കും. അപ്പോൾ അത്തരം ശൂന്യതകൾ, അത്തരം വേദനകൾ ഒരിക്കലും ഒരു ശാപമല്ല, അതൊരു വേക്കപ്പ് കോളാണ്. ജീവിതം നിങ്ങളോട് ചോദിക്കുകയാണ്, ഇനി നീ ഇങ്ങനെ തന്നെയാണോ മുന്നോട്ട് ജീവിക്കാൻ പോകുന്നത് എന്ന്. ഇതൊരു വലിയ വഴിത്തിരിവാണ്. അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്നു. യഥാർത്ഥ അന്വേഷണം ആരംഭിക്കുന്നു. ആസ്കിങ് ദ ബിഗ് ക്വസ്റ്റ്യൻ. എന്താണ് ആ ബിഗ് ക്വസ്റ്റ്യൻ? ഞാൻ ആരാണ്? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? Who am I? What is the purpose of my existence? സന്തോഷം എന്തുകൊണ്ടാണ് സ്ഥിരമല്ലാത്തത്? എന്തുകൊണ്ടാണ് ഈ അകാരണമായ ഭയങ്ങൾ എനിക്കുള്ളത്? ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, അന്വേഷണം ആരംഭിക്കുന്നു. ഇതാണ് യഥാർത്ഥ ആത്മീയ യാത്രയുടെ തുടക്കം. ഇനി നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളുടെ രീതികൾ മാറുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കൾ മാറുന്നു, നിങ്ങളുടെ മുൻഗണനകൾ, നിങ്ങളുടെ പ്രയോറിറ്റീസ് മാറുന്നു, നിങ്ങളുടെ സർക്കിൾ വളരെ ചെറുതാകുന്നു. നിങ്ങൾക്ക് പഴയ ജീവിതവുമായിട്ട്, പഴയ പാറ്റേണുമായിട്ട് ഒരിക്കലും ഇനി പൊരുത്തപ്പെടാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ പുതിയൊരു യാത്രയിലാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ഡ്രാമ എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ടാകുന്നു. ആവശ്യമില്ലാത്ത വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആത്മീയ ഗുരുവിനെയോ ഒരു മെൻറ്ററിനെയോ ഒക്കെ ലഭിക്കുന്നു. നിങ്ങൾ ആ ബിഗ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങുന്നു. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഞാൻ ആരാണ്? എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ആ യാത്ര നിങ്ങളിനി തുടങ്ങുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഈ ഘട്ടത്തിൽ നാം എന്താണെന്ന് തിരിച്ചറിയുന്നു. ഡിസ്കവറിങ് വാട്ട് വി ഹാവ് ഓൾവേസ് ബീൻ. തിരിച്ചറിയുന്നു, നമ്മളെപ്പോഴും ആയിരുന്നത് എന്താണ് എന്നതിനെപ്പറ്റി തിരിച്ചറിയുന്നു. ഇതൊരു പുതിയ കാര്യമല്ല, ഇതൊരു കണ്ടെത്തലാണ്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ പുറത്തായിരുന്നു. എന്നാൽ ഉള്ളിൽ അന്വേഷിച്ചു തുടങ്ങുമ്പോൾ നാം നമ്മളെ തിരിച്ചറിയുന്നു. ഇത് ആഹാ മൊമെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ആ ബോധം, അതാണ് യഥാർത്ഥ ഞാൻ എന്ന് പറയുന്നത്. ഏത് ബോധം? ചിന്തകളല്ല, വികാരങ്ങളല്ല, ശരീരമല്ല. ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു ബോധമുണ്ട് എന്ന ഒരു തിരിച്ചറിവ്. അപ്പോൾ തിരമാല തിരിച്ചറിയുകയാണ്, ഞാൻ സമുദ്രത്തിൽ നിന്ന് വേർപെട്ടതല്ല എന്ന്. തിരമാല തിരിച്ചറിയും പോലെ നമ്മുടെ ഉള്ളിൽ ആ ആത്മീയ ഉണർവ് ഉണ്ടാകുന്നു. അടുത്ത ഘട്ടമാണ് സ്റ്റെബിലൈസിങ് ദി ഡിസ്കവറി. ആ തിരിച്ചറിവിൽ ഉറച്ചു നിൽക്കണം. ഒരനുഭവം കിട്ടി, ഒരു മൊമെൻറ്റ് നമുക്ക് കിട്ടി. അത് കിട്ടിയപ്പോൾ നമുക്കത് മനസ്സിലായി. പക്ഷേ അതിൽ ജീവിക്കുക എന്നുള്ളത് അടുത്ത വെല്ലുവിളിയാണ്. പഴയ ശീലങ്ങൾ ഇടയ്ക്കിനി തിരിച്ചു വരും. അഹങ്കാരം പതുക്കെ തലപൊക്കും. ഭയങ്ങൾ വീണ്ടും ഉണ്ടാകും. പക്ഷേ ഈ സമയത്ത്, ഇതിനു ശേഷം, ആ തിരിച്ചറിവിന് ശേഷം, ഈ അഹങ്കാരം ഉണ്ടാകുമ്പോഴും പഴയ ശീലങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ അതിലങ്ങ് മുങ്ങിപ്പോകുന്നില്ല. നിങ്ങൾക്കതിനെ കാണാൻ സാധിക്കുന്നു. സാക്ഷിഭാവത്തിൽ നിങ്ങൾക്കതിനെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ധ്യാനം, സാക്ഷിഭാവം അല്ലെങ്കിൽ സ്വയം നിരീക്ഷണം, ഇതൊക്കെ നിങ്ങളുടെ ജീവിത രീതി ആകുന്നുണ്ട്.
നിങ്ങളുടെ ഉള്ളിലെ ശാന്തി സാഹചര്യങ്ങളെ ആശ്രയിക്കാതെ നിലനിൽക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അടുത്ത ഘട്ടമാണ് ജീവിതത്തിനോട് യോജിച്ച് ഒഴുകുക എന്നുള്ളത്. അലൈൻമെൻറ്റിലാകുക. ബോഡി മൈൻഡ് സോൾ അലൈൻഡ് ആകുന്നു. അപ്പോൾ ഫ്രിക്ഷൻ കുറയുന്നു, ജീവിതത്തിലോട്ടുള്ള പോരാട്ടം കുറയുന്നുണ്ട്, മറ്റുള്ളവരെ നിയന്ത്രിക്കണം എന്നുള്ള ആവശ്യം കുറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടപ്രകാരം നടന്നില്ലെങ്കിലും നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങളോട്, സിറ്റുവേഷൻസിനോട് ഒക്കെ ബോധപൂർവം പ്രതികരിക്കാൻ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ജീവിതത്തിനെ ഒരിക്കലും ഒരു ശത്രുവായിട്ടല്ല കാണുന്നത്. ഓരോ പ്രശ്നവും ഓരോ പ്രതിസന്ധികളും വളർച്ചയ്ക്കുള്ള അവസരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വിജയിക്കുമ്പോൾ അഹങ്കാരത്തിൻ്റെ ലെവലേശമില്ലാതിരിക്കാനും പരാജയത്തിൽ പൂർണ്ണമായിട്ട് തകർന്നു പോകാതിരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്നോ നമ്മളൊരു പ്രസൻറ്റ് മൊമെൻറ്റിൻ്റെ ഒഴുക്കിൽ വീണുപോയ ഒരു ഫീല് കിട്ടും ഈ അലൈൻമെൻറ്റ് സംഭവിക്കുമ്പോൾ. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ അനുഭവങ്ങളുടെ ഒരു യാത്രയാണ് പിന്നീട് ജീവിതം. അപ്പോൾ അതിൽ നമ്മൾ ഒട്ടുന്നില്ല, നമ്മൾക്ക് പ്രയാസങ്ങളില്ല, നമ്മൾക്ക് മത്സരങ്ങളില്ല, അങ്ങനെ ഒരു യാത്ര, ജീവിതത്തിനോട് യോജിച്ചൊഴുകുന്ന ഒരു പ്രതീതി നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഈ ഒരു ഘട്ടം. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അടുത്ത ഘട്ടം സ്നേഹത്തോടെ വിനയത്തോടെ മനുഷ്യരെ സേവിക്കുക എന്നുള്ളതാണ്. ഈ യാത്രയിൽ അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ ഉള്ളിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നിലൂടെ ലോകത്തിന് എന്ത് നൽകാൻ കഴിയും എന്നുള്ളതാണ്. ആ സമയത്ത് സ്വാഭാവികമായിട്ടുള്ള സ്നേഹമുണ്ടാകുന്നു, ബാധ്യതയില്ലാത്ത ഒരു സേവന മനോഭാവം ഉണ്ടാകുന്നു. സേവനം ഒരിക്കലും ഒരു ബാധ്യതയായി തോന്നില്ല. സ്വാഭാവികമായിട്ട് കരുണ ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ സ്വഭാവ രീതികളാകുന്നു ഇതൊക്കെ. അപ്പോൾ ഇതൊന്നും അഭിനയിക്കേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ബാധ്യതയോടുകൂടി ഇതൊക്കെ കൊണ്ട് നടക്കേണ്ടി വരുന്നില്ല. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, സ്പിരിച്വാലിറ്റിയുടെ ഒരു യാത്രയിലെ അവസാന ഘട്ടത്തിൽ ശരിക്കും മെറ്റീരിയൽ ലൈഫിലോട്ടുള്ള തിരിച്ചുപോക്ക് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ മെറ്റീരിയൽ ലൈഫിലോട്ടുള്ള തിരിച്ചുപോക്കിൽ യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ മെറ്റീരിയൽ ലൈഫ് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്. അപ്പോൾ ഇത് രണ്ടും ഭിന്നമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ള തിരിച്ചറിവ് ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും ഉണ്ടാകും. ഡോൺ ഓക്ലി ഒരു അമേരിക്കൻ ആത്മീയ അധ്യാപകനാണ്. അദ്ദേഹം നോൺ ഡുവൽ ആത്മീയതയുടെ പ്രഭാഷകനാണ്. അപ്പം മനുഷ്യൻ തൻ്റെ യഥാർത്ഥ സ്വഭാവം മറന്ന് സമൂഹം സൃഷ്ടിച്ച വ്യക്തിത്വത്തിലാണ് ജീവിക്കുന്നതെന്നും ബോധപൂർവമായ ജീവിതത്തിലൂടെ ആ യഥാർത്ഥ സ്വഭാവത്തെ വീണ്ടും തിരിച്ചറിയാനാകുമെന്നുമൊക്കെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ഈ 9 ഘട്ടങ്ങൾ ഒരു സ്റ്റെപ്പ് പോലെ അല്ല ആക്ട് ചെയ്യുന്നത്, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെയല്ല. പ്രായം ഈ ഒരു പക്വത അറ്റൈൻ ചെയ്യാനുള്ള മാനദണ്ഡവുമല്ല. അപ്പോൾ ജീവിതത്തിൽ നാം മുന്നോട്ടും പിന്നോട്ടും ഒക്കെ സഞ്ചരിച്ചെന്നിരിക്കും. ചില ദിവസങ്ങളിൽ റോബോട്ടിക്കായിട്ടുള്ള ജീവിതത്തിലായിരിക്കും നമ്മൾ പോകുന്നത്, ചില ദിവസങ്ങളിൽ ആഴത്തിലുള്ള ബോധം നമ്മൾ അനുഭവിക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിലൊക്കെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, ഓരോ ദിവസത്തെയും അനുഭവങ്ങളും നിങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ നേട്ടം പ്രശസ്തിയല്ല, സമ്പത്തല്ല, അധികാരമല്ല, സ്വന്തം ബോധം തിരിച്ചറിയുന്നതാണ്, സ്വന്തം യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതാണ്. ആ ബോധത്തിൽ നിന്ന് സ്നേഹത്തോടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ 9 ഘട്ടങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിനെ ഒന്ന് വിലയിരുത്തുക, നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്ന്. ഓക്കെ, ഉറപ്പായും കമൻറ്റ് ചെയ്യുമല്ലോ. അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.